കോഴിക്കോട്ടെ സ്വർണ്ണ കച്ചവടം പ്രധാനമായും രണ്ട് പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒന്ന് കൊടുവള്ളിയും മറ്റത് നിങ്ങളീ കാണുന്ന കമ്മത്തിലൈനും. കമ്മത്തിലൈന്റെ സ്വർണ്ണ വ്യാപാരം നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒന്നാണ് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറ്റി. 14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് രാജാക്കന്മാരുടെ യോദ്ധാക്കളും പടയാളികളുമായി വന്ന കമ്മവന്മാരിൽ നിന്നാണ് ഈ കമ്മത്തിലൈന്റെ ചരിത്രം ആരംഭിക്കുന്നത്. കേരളത്തിലേക്ക് എത്തിയ കമ്മവന്മാർ വിവിധ പ്രദേശങ്ങളിലായി താമസം തുടങ്ങി. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കിഴക്ക് ഭാഗത്തായി തിങ്ങി താമസിച്ചു. ആദ്യകാലത്ത് രാജാക്കന്മാരുടെ സുരക്ഷാ ഭടന്മാരായിരുന്നു ഇവർ. പിന്നീട് ഇവരിൽ ചില ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന രത്ന വ്യാപാരത്തിലേക്കും കൃഷിയിലേക്കുമെല്ലാം തിരിഞ്ഞു. ഈ രത്ന വ്യാപാരക്കാരായ ആളുകളെല്ലാം ചേർന്ന് ഒരു പ്രദേശത്ത് തിങ്ങി താമസിച്ചു. അവർ താമസിക്കുന്ന വീടിന് സമീപത്ത് തന്നെ അവരെന്ത് ചെയ്തു? ഈ രത്ന കച്ചവടം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കി. അറബികളും ചൈനക്കാരും അന്ന് വിദേശികളായി കേരളത്തിലുണ്ടായിരുന്നു. അന്നത്തെ വൈദേശികരുമായി അവർക്ക് വലിയ ബന്ധം ഉണ്ടായി. അറബികളിൽ നിന്നും സ്വർണം വാങ്ങി തദ്ദേശീയമായ രത്നവും അറബികളിൽ നിന്ന് വാങ്ങുന്ന സ്വർണവുമെല്ലാം വലിയ ഒരു കച്ചവടത്തിന്റെ വാതായനം തുറന്നിട്ടു. അന്നത്തെ രാജാക്കന്മാരുമായി വലിയ ബന്ധമുണ്ടായിരുന്ന കമ്മവന്മാർ രാജാക്കന്മാർക്ക് പാരിതോഷികമായി ഈ സ്വർണ്ണാഭരണങ്ങളും രത്നം പതിച്ച ആഭരണങ്ങളും കല്ലുകളുമെല്ലാം നൽകിയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇവരിൽ വലിയൊരു ശതമാനം ആളുകൾ തിങ്ങി താമസിക്കുകയും അവിടെ സ്വർണ്ണ രത്ന വ്യാപാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇവർ താമസിച്ചിരുന്ന ആ പ്രദേശം ആദ്യകാലത്ത് കമ്മത്ത് കോളനി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന കമ്മത്തിലൈൻ എന്ന പേര് അതിന് കിട്ടിയത്. ഇന്ന് സ്വർണത്തിന്റെ മുൻനിരയിൽ കമ്മത്തുമാർ തന്നെയാണ് ഉള്ളത്. അവരെ പിന്നീട് ഷേട്ടുമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആന്ധ്രയിലും കർണാടകയിൽ നിന്നാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്വർണത്തിന് പുറമെ ഇന്ന് വെള്ളി ആഭരണങ്ങളും കാണുവാൻ വേണ്ടി കഴിയും. മലയാളം ഇവർ സംസാരിക്കും. ഇവരുടെ മാതൃഭാഷയായിട്ടുള്ള തെലുങ്കും കന്നഡയും എല്ലാമാണ് ഇവർ സംസാരിക്കുന്നത്. തെലുങ്കും കന്നഡയും ഇടകലർന്നുകൊണ്ടുള്ള മലയാളവും തെലുങ്കും കന്നഡയും തമിഴും ഇടകലർന്നുകൊണ്ടുള്ള മലയാളവും എല്ലാമാണ് ഇവർ സംസാരിക്കുന്നത്. സ്വർണവും വെള്ളിയുമാണ് കമ്മത്തിലൈന്റെ പ്രധാന ആകർഷണം. വ്യത്യസ്തങ്ങളായ പല രീതിയിലുള്ള ആഭരണങ്ങളുടെ വലിയൊരു കലവറ കമ്മത്തിലൈനിൽ കാണാൻ കഴിയും. റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി നിരന്നു നിൽക്കുന്ന ആഭരണ കടകൾ. ഇപ്പോൾ കമ്മത്തിലൈനിൽ കമ്മവന്മാരില്ല. കോഴിക്കോട്ടുകാരുടെ മേൽനോട്ടത്തിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. കമ്മവന്മാരുടെ പാരമ്പര്യത്തിലുള്ള ഷേട്ടുമാരുടെ ഇടപെടലുകളുണ്ട്.